സിയം അള്ളാഹുൽ ഫന ആയതാണ്. ഭ്രാന്തല്ല. സദാസമയം അവ എന്ത് ചെയ്യുമ്പോൾ അള്ളാഹ് എന്ന് ചിന്തയുണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കുന്ന അള്ളാഹിന്റെ ഓർമ്മക്ക് വേണ്ടിയാണ്. അവർക്ക് അള്ളാഹിന്റെ ഓർമ്മയില്ലാതെ ഒന്നുമില്ല, എപ്പോഴും നിസ്കാരത്തിലായിരിക്കും. നമുക്ക് നിസ്കാരത്തിൽ പോലും അള്ളാഹിന്റെ ദിക്ർ ഉണ്ടാവില്ല, അവർക്ക് ദിക്റല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അപൂർവ മനുഷ്യനാണ് സിയം. സിയമിനെ ആരാക്ഷേപിച്ചാലും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. വലിയ മഹാനാണ്. അതിനർത്ഥം സിയമിനെ പറ്റി പലരും പറയുന്ന മുഴുവൻ ശരിയാണോ തെറ്റാണെന്നൊന്നുമല്ല. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. അതെങ്ങനെ നമ്മൾ അളക്കുക? നിങ്ങളിൽ ഒരാൾ പറക്കാൻ പഠിച്ചൊന്ന് സങ്കല്പിക്കുക. പറക്കാൻ പഠിക്കാലോ, പറക്കാലോ. മനുഷ്യൻ 15-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. പറക്ക, കടലിൽ താഴെ പറക്ക, മേലെ പറക്ക. മനുഷ്യൻ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ, ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക്, ഇടക്കൂടും ഗോൾഡൻ ഹോണിന്റെ മുകളിലൂടെ കടല് മനുഷ്യനാണ് പറഞ്ഞു. AD 15-ാം നൂറ്റാണ്ടിൽ ഒരു ഭാഗത്ത് യൂറോപ്പ്, ഒരു ഭാഗത്ത് ഏഷ്യ യൂറോപ്പിലേക്ക് പറന്നു. ആര്? മനുഷ്യൻ. ഒന്നും പറ്റില്ല. എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുക്കുമ്പോൾ ഞാൻ ആ അടിമയിലേക്ക് ഒരു മുഴം അടുക്കും. ഈ അടിമയുടെ അടുക്കൽ എന്താണ്? അല്ലാഹു ഖലഖക്കും വമാ തഅമലൂന, നിങ്ങളെയും നിങ്ങളെ കർമ്മങ്ങളെയും എല്ലാം അള്ളാഹു തന്നെ സൃഷ്ടിക്കുന്നു. അപ്പോൾ പിന്നെ അടിമയുടെ ഭാഗം എന്നാൽ എന്താണ്? അടിമയുടെ ഭാഗം അള്ളാഹുലേക്ക് തവജ്ജുഹാകലാണ്, തിരിയലാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. ചെയ്യുന്നത് അള്ളാഹു ചെയ്യിപ്പിക്കണം. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ കർമ്മത്തെയും അള്ളാഹു സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ കർമ്മം സൃഷ്ടിച്ചതും ആരെന്നെയാണ്? അള്ളാഹു. കർമ്മം സൃഷ്ടിക്കുക എന്നാൽ കർമ്മത്തിന് അനിവാര്യമായതെല്ലാം അള്ളാഹു നൽകുന്നു. ചെടിക്ക് ആവശ്യമായ വളം എല്ലാം അള്ളാഹു നൽകുന്നു. ഇവിടെ നമുക്ക് ആവശ്യമായതെല്ലാം അള്ളാഹു നൽകുന്നു. എല്ലാം അതാണ് കർമ്മം. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇതിലൊക്കെ എന്താ ഉള്ളത്? മനുഷ്യന് ഒറ്റ കാര്യമുള്ളൂ, തവജ്ജുഹാകുക, അതിലേക്ക് മുന്നിടുക. ഭാര്യയ്ക്ക് കാര്യങ്ങൾ അള്ളാഹു ചെയ്തു തരും. ഓട്ടോമാറ്റിക്കലി കരണ്ടിന് കുത്തിയാൽ സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുന്ന ഒരു കത്തി ഉണ്ടെന്ന് സങ്കല്പിക്കും. ഈ കത്തി അടുത്തൊരാൾ നിൽക്കും. എന്തിനാണ് അയാൾ നിൽക്കുന്നത്? കത്തിയുടെ മുന്നിലെത്തിയാൽ അതരിയും. അപ്പോൾ വെണ്ടക്ക വെച്ചോട്ട് വെണ്ടക്ക അരിയും, പയർ വെച്ചോട്ട് പയറരിയും, ഇറച്ചി വെച്ചത് ഇറച്ചരിയും, മീൻ വെച്ചോട്ട് മീനരിയും. ഇയാളെ പണി അരിയൽ കത്തിയുടെ പണിയാണ്. ഇയാളെ പണി തവജ്ജുഹാക്കലാണ്. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കും. ഇതന്നെ മനുഷ്യൻ അല്ലാഹു തആല ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. ഈ കഴിവിനെ നന്മയിലേക്കും തിന്മയിലേക്കും തിരിച്ചുവിടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തമാണ്. തിന്മയിലേക്ക് പോകാതെ നന്മയിലേക്ക്, ഇതേ കഴിവ് തന്നെ തിന്മ ചെയ്യും. തിന്മയിലേക്ക് തിരിച്ചുവിട്ടാൽ തിന്മയിലേക്ക് തിരിച്ചു വിടേണ്ടതില്ല. നന്മയിലേക്ക് തിരിച്ചുവിടാത്തതെല്ലാം തിന്മയിലേക്ക് തിരിഞ്ഞതാണ്. ഐൻസ്റ്റീൻ്റെയോ ന്യൂട്ടൻ്റെ ഒന്നും എനിക്കറിയില്ല, രണ്ടാലൊരാളെ തീയറിയാം. ഇരുട്ട് സൃഷ്ടിക്കേണ്ടതില്ല. വെളിച്ചത്തിന്റെ അഭാവത്തിൽ സംജാതമാവുന്നതാണ് ഇരുട്ട്. ഇരുട്ടിനെ സൃഷ്ടിക്കേണ്ടതില്ല, വെളിച്ചത്തെ സൃഷ്ടിച്ചാൽ മതി. വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഉണ്ടാവുന്നതാണ് എന്ത്? സ്വാഭാവികമായി വരുന്നതാണ് ഇരുട്ട് എന്നത് പറഞ്ഞതുപോലെ നമുക്ക് നന്മയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും നഫ്സ് എന്തിലേക്ക് തിരിയും? തിന്മയിലേക്ക് തിരിയും എന്നതുപോലെ. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യമുള്ളത് എന്തെന്നാൽ, നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തവജ്ജുഹാകലാണ്, അള്ളാഹുവിലേക്ക് മുന്നിടലാണ്. അപ്പോൾ അവൻ നമ്മെ ജീവിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ അവിടെ ഇട്ട് നമ്മളെ മരിപ്പിക്കും. തവജ്ജുഹിന്റെ പൂർണ്ണത ഇംവാത്താണ്, ലയനം. രണ്ട് സഖ്യകക്ഷികൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് സംഘടനകളും ഉണ്ടാവും. ഒന്നാകാൻ തീരുമാനിച്ചാലോ രണ്ടും ഉണ്ടാവില്ല. തുടങ്ങി ഒടുങ്ങും. ഒരു അബ്ദ് മഅബൂദിനെ കുറിച്ച് മഅബൂദിലേക്ക് തവജ്ജുഹായി കഴിഞ്ഞാൽ പിന്നെ മഅബൂദ് ഇല്ലാതെയാവും. ഞാൻ അദ്വൈതവാദം പറയല്ല, പക്ഷെ മഅബൂദ് ഉണ്ടാവും. അബ്ദിന്റെ ദൃഷ്ടിയിൽ ഇല്ലാതെയാവും. കാരണം അബ്ദിന് താല്പര്യം ഉണ്ടാവില്ല. ആരുടെ താല്പര്യമായിരിക്കും? മഅബൂദിന്റെ താല്പര്യമായിരിക്കും. അതാണ് ഇംബാത്ത്. അവന്റെ അടുക്കൽ അവൻ മരിച്ചു, ഞാനൊന്നുമില്ല. ഉണ്ടായിട്ട് ഇല്ലാതെയോ ഉണ്ടാവും, പിന്നെ ഇല്ലാതെയോ. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി അയാളെ പ്രേമിക്കും, പിന്നെ ആ പ്രേമം മൂക്കും, പിന്നെ അയാൾ ഇല്ലാതെയോ അല്ലെങ്കിൽ അവൾ ഇല്ലാതെയോ. ഇല്ലാതാക്കാതെ മരിക്കുക എന്നുള്ളതല്ല, അവന് താല്പര്യം ഉണ്ടാവില്ല, അവളെ താല്പര്യമായിരിക്കും താല്പര്യം.
അല്ലെങ്കിൽ അവൾ ഉണ്ടാവില്ല, അവന്റെ താല്പര്യമായിരിക്കും അവളെ താല്പര്യം, ഫലത്തിൽ അവൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ ഉണ്ടാവില്ല, രണ്ടിലൊരാളെ ഉണ്ടാവും. പ്രേമം മനുഷ്യനെ മാറ്റും, അടിമുടി മാറ്റും. ചില പ്രേമങ്ങൾ മനുഷ്യന്റെ ശബ്ദത്തെ മാറ്റും, ചില പ്രേമങ്ങൾ മനുഷ്യന്റെ രൂപത്തെ മാറ്റും. സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മെല്ലെ 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 രൂപാന്തരം സംഭവിക്കും. ഒരു മീഡിയം ചുരുക്കിൽ അയാൾ എത്തും. അയാൾ അത്ര ചുരുക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ സൗന്ദര്യത്തിന് പിന്നാലെ പോയി അയാൾക്കും അങ്ങനെ സംഭവിക്കും. അതൊക്കെ സത്യമാണ്. ഭയങ്കര മാറ്റം സംഭവിക്കും. ഈ ലോകത്ത് മാറ്റാവുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പ്രേമം മാത്രമാണ്. എന്തിനും പ്രേമം മാറ്റും. ഇവിടെ ഞാൻ പറയുന്നത് അള്ളാഹുവിലുള്ള പ്രേമാണ്. അള്ളാഹുവിന്റെ താല്പര്യം നമ്മളെ താല്പര്യം മാറും. അപ്പോൾ നമ്മൾ മരിക്കും. ആര് മാത്രം ജീവൻ? അള്ളാഹു, അതൊന്നുമില്ല. ഇതാണ് അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. എങ്ങനെ ജീവിപ്പിക്കൽ എന്നാൽ എന്താണ്? ബി മഹബ്ബത്തിഹി തആല, അള്ളാഹുവിന്റെ പ്രേമത്തിൽ അബ്ദ് ജീവിക്കും. വയുമീതു ബി ഫനാഇഹി തആല, വയുമീതു വയഫനാ, അള്ളാഹു തആല അവനെ മരിപ്പിക്കും, അപ്പോൾ അവൻ ഫനാഇലാവും. ബി ബഖാഇഹി തആല, അള്ളാഹുവിന്റെ ബഖാഇന്റെ ദിക്റിൽ, ബി ദിക്രി ബഖാഇഹി, അള്ളാഹുവിന്റെ ബഖാഇന്റെ ദിക്റിൽ അവൻ ഫനാആവും. അവനൊരു ചിന്ത ഉണ്ടാവില്ല, ആര് മാത്രം? അള്ളാഹു മാത്രം. ഇതാണ് സിയമിന്റെ അടിസ്ഥാനം. ആ യുമീത്തുവിലാണ് സിയം. യുഹയിൽ കയറി യുമീത്തിലെത്തി. ഇതാണ് സിയം. ഭ്രാന്തല്ല, മജ്ദൂബ് അല്ല. ഫനാ ആരിൽ? സിയം ഫനായിലാണ്. ആരിൽ? അള്ളാഹുവിൽ. ഒരു കറാത്ത് പോലും ചെയ്യില്ല. അള്ളാഹിനോടുള്ള ഇഷ്ടം, ഈ ഇഷ്ടം പിന്നെ അധികരിക്കും. ഈ അവസ്ഥയെ പൂർണ്ണമായി ആ അവസ്ഥയിൽ ഒടുങ്ങാൻ അടിമക്ക് കഴിയാതെ വരും. കാരണം അടിമയുടെ ശരീരത്തിന് ഒരു പാകം ഉണ്ടാവും, പക്ഷെ റൂഹിന്റെ പാകം അതിന്റെ അപ്പുറത്തായിരിക്കും. അപ്പോൾ മയച്ചത് പുറത്തേക്ക് ചാടും. അത് ഫനായിൽ നിന്ന് ബഖായിലേക്ക് പോകും. ഒരു കൂടിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ആ കൂടിലിട്ട സാധനം ആ കൂടിൽ കൊള്ളാതെ വന്നാൽ അതാ ബോഡി. ആ കൂടിൽ കൊള്ളാതെ വന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? കൂടിനെ പൊട്ടി പുറത്തേക്ക് ചാടും. അപ്പോൾ പിന്നെ കൂടിന്റെ പരിധി അതിനുണ്ടാവില്ല. അതാണ് സിയം. അള്ളാഹുൽ ഫനാ ആയ ഭ്രാന്തല്ല. സാധാ സമയം അള്ളാഹ് എന്ത് ചെയ്യുമ്പോൾ അള്ളാഹ് ചിന്ത ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കുന്ന അള്ളാഹിന്റെ ഓർമ്മക്ക് വേണ്ടിയാണ്. അവർക്ക് അള്ളാഹിന്റെ ഓർമ്മയില്ലാതൊന്നുമില്ല, എപ്പോഴും നിസ്കാരത്തിലായിരിക്കും. നമുക്ക് നിസ്കാരത്തിൽ പോലും അള്ളാഹിന്റെ ദിക്ർ ഉണ്ടാവില്ല, അവർക്ക് ദിക്റല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അപൂർവ മനുഷ്യനാണ് സിയമിനെ ആരാക്ഷേപിച്ചാലും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. വലിയ മഹാനാണ്. അതിനർത്ഥം സിയമിനെ പറ്റി പലരും പറയുന്നത് മുഴുവൻ ശരിയാണോ തെറ്റാണെന്നൊന്നുമല്ല. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. അതെങ്ങനെ നമ്മൾ അളക്കാം? നിങ്ങളിൽ ഒരാൾ പറക്കാൻ പഠിച്ചൊന്ന് സങ്കല്പിക്കുക. പറക്കാൻ പറക്കാലോ. മനുഷ്യൻ 15-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. പറക്ക, കടലിൽ താഴെ പറക്ക, മേലെ പറക്ക. മനുഷ്യൻ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ, ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക്, ഇടയ്ക്കൂടും ഗോൾഡൻ ഹോണിന്റെ മുകളിലൂടെ കടല് മനുഷ്യനാണ് പറഞ്ഞു. AD 15-ാം നൂറ്റാണ്ടിൽ ഒരു ഭാഗത്ത് യൂറോപ്പ്, ഒരു ഭാഗത്ത് ഏഷ്യന്ന് യൂറോപ്പിലേക്ക് പറന്നു. ആര്? മനുഷ്യൻ. ഒന്നും പറ്റിയില്ല. കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവ് സമ്മാനം കൊടുത്തു, ഒന്നും പറ്റിയില്ല. അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യൻ വിമാനം കണ്ടുപിടിക്കുന്നതിന്റെ 4 നൂറ്റാണ്ടിലേറെ മുമ്പ് മനുഷ്യൻ പറന്നു. ലോക ചരിത്രത്തിലെ വലിയ സംഭവമാണത്. കടലിന്റെ മുകളിലൂടെ മനുഷ്യൻ പറന്നു എന്നുള്ളത് 5 നൂറ്റാണ്ട് മുമ്പ്. ഞാനിതിവിടെ തെളിവായി കൊണ്ടുവന്നത് പറക്കാൻ കഴിയുന്ന മനുഷ്യൻ പറക്കാനും കഴിയും, വിമാനം വേണ്ട. മനുഷ്യൻ വിമാനം കണ്ടുപിടിക്കുന്നതിന്റെ അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനത്തൂടെ പറന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളതൊക്കെ ആഴത്തുണ്ടാവും. ശരി, വിഷയത്തിലേക്ക് തിരിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് രാവിലെ അങ്ങനെ പറന്ന് പഠിച്ച ഒരാൾ ഇന്ന് രാവിലെ ഫറോക്കിൽ നിന്ന് അവന്റെ വീട്ടിൽ നിന്ന് പറന്നാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കൂല. ബാക്കിയുള്ളവർ വിശ്വസിക്കൂല. എന്തുകൊണ്ട്? നമുക്ക് പറക്കാൻ അറിയില്ല, പറക്കാൻ അറിയുക എന്ന അറിവും അറിയൂല. അപ്പൊ നമ്മളതിനെതിരാവും. ഇതന്നെ സിയമിന്റെ ലോകം വേറെയാണ്. ഈ കൂട്ടത്തിൽ ഒരാൾ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാത്തത് പോലെ ആ ലോകം വേറെയാണ്. അതാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു അപ്പൊ നിഷേധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു അതിശയോക്തിയ കാര്യമല്ല. പലതുണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട്. മനുഷ്യന് നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കും.
ചില നീയത്തുകൾ ചില അമലുകൾക്ക് സ്വാധീനം ഉണ്ടാക്കും. കുട്ടിക്ക് പണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 കോയിനും കൊണ്ട് വന്നപ്പോൾ അത് എയർപോർട്ടിൽ പിടിച്ചു. അപ്പോൾ അയാൾ ഒരു അമൽ ചെയ്തു. ആ അമൽ 33 വട്ടം ചെയ്താൽ, ചെറിയ അമലാണ്, 33 വട്ടം ചെയ്താൽ പരിഹാരം ഉണ്ടാവും. 33ാമത്തെ വട്ടം ചെയ്തപ്പോഴത്തിന് ഓഫീസിൽ നിന്ന് പോലീസ് ഒന്ന് വിളിച്ചുകൊണ്ടേ സാധനം കൊടുത്തു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് അയാളെ കഴിവല്ല, അമലിൽ അയാൾക്കുള്ള വിശ്വാസം. ഞാൻ കുറ്റിപ്പുറത്തേക്ക് കോഴിക്കോട് നിന്ന് വണ്ടിയായി കഴിഞ്ഞതിന് മേലെ കൊല്ലം. അപ്പൊ എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ ഒരു പക്ഷെ ഞങ്ങൾക്ക് അവര് കുറ്റിപ്പുറത്തിന്റെ ഷൊർണൂരിന്റെ ഇടയിലാണ് അവരുടെ സ്ഥലം. ഈ കാറ് കൊണ്ട് അവിടെ ആള് വരും. അങ്ങനെ അപ്പൊ ഞാൻ ഷൊർണൂരിലേക്ക് ഷൊർണൂരിലേക്ക് ടിക്കറ്റ് എടുത്തു. നീ കുറ്റിപ്പുറത്ത് ഇറങ്ങാം, ഷൊർണൂർ ഇറങ്ങാം. വണ്ടി കയറിയതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങള് കുറ്റിപ്പുറത്താണ് എത്തുക, കുറ്റിപ്പുറത്ത് ഇറങ്ങിയാൽ മതി. അങ്ങനെ കുറ്റിപ്പുറത്ത് ഇറങ്ങിയാൽ മതി എന്നെ പറഞ്ഞ് ഞാൻ വണ്ടിയിൽ നിൽക്കാണ്. കുറ്റിപ്പുറത്ത് ഇറങ്ങാലോ. തിരൂരെത്തി. അപ്പൊ തിരൂരെത്തിയപ്പോൾ എന്റെ തൊട്ടടുത്ത ആള് എന്തോ ഞാൻ കുറ്റിപ്പറയുമെന്ന് പറഞ്ഞാൽ പറയുന്നത് കേട്ടോ മറ്റോ നിങ്ങൾ എടുക്കാന്ന് ചോദിച്ചു. ഞാൻ കുറ്റിപ്പുറത്തേക്കാണോ? കുറ്റിപ്പുറത്ത് വണ്ടി നിർത്തൂലല്ലോ. ഇത് തിരൂരിനാൽ വിട്ടാ പിന്നെ ഷൊർണൂർ സ്റ്റേഷനാണ്. കൊയങ്ങിയെന്ന് പറഞ്ഞാൽ ചെറിയ വേങ്ങലല്ല, വലിയ വേങ്ങലുണ്ട്. എന്തുകൊണ്ട്? ഒരു കൃത്യമായ സമയത്ത് ഞാൻ അവിടെ പരിപാടിയിൽ എത്തണം. ഷൊർണൂര് ഞാൻ എത്തിയാൽ പിന്നെ ഇവര് ഷൊർണൂരെത്തണം വമ്പൻ പണിയാണ്. കുറ്റിപ്പുറത്ത് ഞാൻ അമൽ ചെയ്തു. കുറച്ചുകൂടെ പരിഹാരം ഉണ്ടാക്കി തരണം. ഇന്നൊരു പരിഹാരം ഉണ്ടാവും, എനിക്ക് ചെയ്യാൻ കഴിയില്ല. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. ഇത് കറാമത്തല്ല, ഇത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കറാമത്തല്ല. സത്യം. അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു സാക്ഷിയാണ്, വല്ലാഹിൽ അലീം, അല്ലാഹു സാക്ഷിയാണ്. ജനത പറഞ്ഞ വിശ്വസിക്കൂല, പക്ഷെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തിരൂര് വിട്ടതിന് ശേഷം ഞാൻ അവർക്ക് ഫോൺ ചെയ്തു, ഈ വണ്ടി കുറ്റിപ്പുറത്ത് നിർത്തൂലത്രേ, ഇനിയിപ്പോ എന്താ കാട്ടുക? അപ്പോൾ പറഞ്ഞു, നമ്മൾ ഷൊർണൂർക്ക് വിടണോ അതോ പട്ടാമ്പിക്ക് വിടണോ എന്താന്ന് ചോദിച്ചു. രണ്ടായിരം സ്റ്റേഷനാണ്. അപ്പൊ വേണ്ട, നിന്ന് നോക്കി നീ എന്തേലും നിർത്തിയാലോ. അവരോടൊന്നു അവർ റെയിൽവേ ട്രാക്കിന്റെ നേരെ അപ്പുറത്ത് കാറും കൊണ്ടു. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ നടുവിൽ വണ്ടി നിർത്തി. പ്ലാറ്റ്ഫോം ഇല്ലാതെ വണ്ടി നിർത്തുമ്പോൾ ഒരു വിഷയമുണ്ട്. അത് നടുവിലെ ട്രാക്കിലെ നിർത്താം. അത് ആള് ഇറങ്ങാനുമല്ല കയറാനുമല്ല, അതിനെന്തോ ഒരു കാരണം ഉണ്ടാവും. ഒരു സ്റ്റേഷനിൽ നിർത്താത്ത വണ്ടി ട്രാക്കിന്റെ നടുവിൽ എവിടെ പോകും? എന്താണെങ്കിലും വണ്ടി നിർത്തി. ചില അമലുകൾക്കും അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. ഇതിപ്പോ ഒരാളോട് നമ്മൾ പറഞ്ഞാൽ ട്രോളും. സത്യമാണോ അല്ലേ? ട്രോളൊന്നും മാത്രമല്ല, വമ്പൻ ട്രോളും. അതിനുവേണ്ടി പല ആളുകളും രംഗത്ത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ CM-നെ പറയുമ്പോൾ തന്നെ ഒരു കൂട്ടർ, CM-നെ നമുക്ക് തന്നെ അറിയില്ല. എന്നെ നമുക്കറിയാത്ത മനുഷ്യൻ അവൻ അറിവില്ലാത്തൊരു ശത്രുവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരെ അക്കലനുസരിച്ച് സംസാരിക്കണം. അതാണ് പ്രശ്നം. ചില കാലത്തെ മനുഷ്യരോട് പറഞ്ഞ തിരിയില്ല, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്കറിയുന്ന ചില വിവരങ്ങൾ ഞങ്ങളോട് പറയുകയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ ഭൂമി ഇനി മഹദിമാമ വരുന്നവരെ നന്നാവൂല. ഇനി ഒരാൾക്ക് മരിക്കലാണ് നല്ലത് ജീവിക്കുന്നതിനേക്കാൾ. ആത്മഹത്യ ചെയ്യണ്ട. കാരണം ലോകത്തെ നശിച്ചിട്ടുണ്ട്. എന്തായാലും കാരണം പറയാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കൂടുതൽ നിങ്ങളോട് മരണത്തെ പറ്റി പറയാറുണ്ട്. ഞാൻ എന്നോട് ബന്ധപ്പെട്ട ആളുകളോട് മുഴുവൻ എനിക്ക് മരിക്കലാണ് ആഗ്രഹം എന്ന് ഞാൻ എത്രയോ തവണ പറയാറുണ്ട്. എനിക്ക് മരിക്കാനാണ് ഇനി ആഗ്രഹം, എനിക്ക് മരിച്ചു പോകാനാണ് ഇനി കൊതി, എനിക്ക് മരിച്ചു പോകാനാണ് ഇനി ആഗ്രഹം എന്ന് ഞാൻ പറയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. എനിക്കിനി മരിക്കാനാണ് ആഗ്രഹം. എന്തുകൊണ്ട്? അത് കാരണമുണ്ട്. ഈ കാരണം എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. നമുക്ക് മുമ്പിനായി ജീവിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ കാര്യം വളരെ പ്രയാസമാണ്. കാര്യം വളരെ ഇത് തമാശ, ഇത് നിങ്ങൾ വിചാരിച്ചോണ്ടല്ല കാര്യം. അള്ളാഹുവിന്റെ അടയാളം വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുതിര വിടാൻ പാടില്ല. അള്ളാഹുവിന്റെ അടയാളം വന്നു കഴിഞ്ഞു, പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, നീ കളി നടക്കൂല. തൗബ സ്വീകരിക്കൂലേ? തൗബ സ്വീകരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. നേരെ സൂര്യൻ ഉദിച്ചൂടെ? റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ നേരെ സൂര്യൻ ഉദിക്കാം. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് തൗബ ഉണ്ടാവില്ല. കടുകടുത്ത ഒരു ഹറാം ഒരു തോന്നിയാസം ചെയ്താൽ പിന്നെ അയാൾക്ക് തൗബക്കുള്ള ചാൻസ് കുറവാ. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഹുസാനി വ്യഭിചരിച്ച വയസ്സൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു താല വൃത്തികേടിനെ തൊട്ട്, വ്യഭിചാരം പോലത്തെ വൃത്തികേടുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വ്യഭിചാരം പോലെയുള്ള വൃത്തികേടുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വ്യഭിചാരം, ഹോമോസെക്ഷാലിറ്റി പോലെയുള്ള തോന്നിയാസങ്ങൾ, ആണിന്റെ പിന്നാലെ ആണുങ്ങൾ ഓടുക, പെണ്ണിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ ഓടുക പോലെയുള്ള ഹോമോസെക്ഷാലിറ്റി, അതൊക്കെ ലോകം ചരിത്രം കണ്ടതിലെ ഹൃദയം കടുപ്പിച്ച് കളയുന്ന ഏറ്റവും വലിയ തിന്മയാണ്. ആ തിന്മയിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ തിന്മയിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചെയ്യുന്നതിന് മനുഷ്യന് തൗബ ഉണ്ടാവില്ല, ചാൻസ് കുറവാണ്. അതിനർത്ഥം തൗബ ചെയ്ത തൗബ ഉണ്ടാവില്ല എന്നല്ല, തൗബയിലേക്കുള്ള മനസ്സ് വരൂല.
തട്ടിത്തിരിഞ്ഞു പോകും. തൗബാന്റെ തൗഫീഖ് കിട്ടൂല എന്നതുപോലെ ഇപ്പോഴുള്ള ഈ കളി പരിധിവിട്ട കളിയാണ്. അത് ഞാൻ പറഞ്ഞ അളവിൽ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. സൈറൻ മുഴങ്ങി കഴിഞ്ഞു, ഇനി കളിക്കാൻ നേരമില്ല. 1970 81 ഇടയിൽ എൻ്റെ സ്കൂൾ ജീവിതം. അക്കാലത്ത് ശാസ്ത്രം പഠിപ്പിക്കുന്നവരും അധ്യാപകന്മാരുമെല്ലാം അന്ത്യനാളിനെ നിഷേധിക്കുന്നവരാണ്. ലോകാവസാനം എന്നൊന്നും ഉണ്ടാവില്ല. അത് മുസ്ലിയാക്കന്മാർ പറയുന്ന നുണകളാ എന്നായിരുന്നു അക്കാലത്ത് ക്ലാസ്സുകളിൽ പറയാം. കാരണം ഖിയാമത്ത് നാൾ എന്നൊരു കൺസെപ്റ്റ് അന്ന് ശാസ്ത്രത്തിനില്ല. ശാസ്ത്രം എങ്ങനെയാണ് ഉദിച്ചു വരുന്ന സമയം. ശാസ്ത്രം ഉദിച്ചുയർന്ന കാലം എന്ന് പറഞ്ഞാൽ ലോകം ലക്കും ലഗാനും വിട്ടു പോയത് 1960 1980 ഇടയിലുള്ള കാലത്താണ്. ലക്കും ലഗാനില്ലാതെ ലോകം പോയത് അന്നാണ് ഹിപ്പികൾ ഉണ്ടായത്. ഹിപ്പികളെ പറ്റി കേട്ടിട്ടില്ലേ? ഹിപ്പികളാണ് മയക്കുമരുന്നിന് അടിമകളായ ലോകത്തിൽ പ്രത്യേക വർഗ ഹിപ്പികൾ എന്ന് കേട്ടിട്ടില്ലേ? മുടി നീട്ടുന്ന ഒരു ഉദാഹരണമായിരുന്നു അത്. മുടി നീട്ടൽ മാത്രമൊന്നുമല്ല. ലോക പ്രശസ്തനായ ഏറ്റവും വലിയ ഹിപ്പി സ്റ്റീവ് ജോബ്സ് ആണ്. അയാളാണ് ആപ്പിളിന്റെ ഉപജ്ഞാതാവ്. ആപ്പിൾ കമ്പനിയുടെ ഉപജ്ഞാതാവായ സ്റ്റീവ് ജോബ്സ് അയാളാണ് ഹിപ്പിസത്തിന്റെ ഒരു സിംബലാണ് അയാൾ. അതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് ചർച്ചകൾ ഞാൻ പിന്നീട് പറയാം. അപ്പൊ ചുരുക്കത്തിൽ തിരിച്ചു വരും. ഒരു ലക്കും ലഗാനും ഇല്ലാത്ത പോക്ക് അന്ന് ലോകം പോയി. ഭയങ്കര ഒഴുക്കിൽ അന്ന് പരമാവധി നിഷേധിച്ചത് മനുഷ്യന്റെ ഈ സുഖങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഈ ലോകാവസാനത്തെ നിഷേധിക്കുന്നു. ലോകാവസാനത്തെ കളിയാക്കുന്ന അനവധി പ്രസംഗങ്ങള്, പുസ്തകങ്ങള്, കഥകള്, സിനിമകള്, നാടകങ്ങള് അതൊക്കെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 1980 ശേഷം മട്ടുമാറി. 1980 ശേഷം ലോകത്ത് ലോകാവസാനത്തെ സാധൂകരിക്കുന്ന ആയിരക്കണക്കായ ഡോക്യുമെന്ററികളും സിനിമകളുമാണ് ഇറങ്ങിയിട്ടുള്ളത്. ആയിരക്കണക്കിന് തിരിച്ചു മാറി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റിക്വയർമെന്റ് വന്നു 1960 ശേഷം. 60 ഇടയിലാണ് ഹിപ്പി സംസ്കാരം. ഹിപ്പി സംസ്കാരമാണ് സത്യത്തിൽ ശാസ്ത്രത്തിന്റെ പിതാക്കൾ. ഈ ടെക്നോളജിയും ശാസ്ത്രവും ഒക്കെ ലോകത്ത് സാർവത്രികമാക്കിയതിന്റെ പിന്നിൽ ഹിപ്പി സംസ്കാരത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. ആ കാലഘട്ടത്തിൽ അവര് നിഷേധിച്ചു. എന്തിനെ? ലോകം ഒരിക്കലും അവസാനിക്കൂല. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ, നാടകങ്ങൾ, കഥകൾ എല്ലാം ലോകാവസാനത്തെ നിഷേധിക്കുന്നതാണ്. 1980 ശേഷം മട്ടുമാറി. കഴിഞ്ഞ 40 കൊല്ലത്തിനുള്ളിൽ ലോകാവസാനത്തെ സാധൂകരിക്കുന്ന ആയിരക്കണക്കായ ഡോക്യുമെന്ററികൾ, സിനിമകൾ, നോവലുകൾ അടക്കം ആയിരക്കണക്കായ വർക്കുകൾ കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ലോകത്തുണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന്. ലോകം അടുത്ത് തന്നെ അവസാനിക്കും. എന്തുകൊണ്ട്? അവിടേക്ക് ശാസ്ത്രം എത്തി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? ലോകാവസാനം. പണ്ട് അങ്ങനെയല്ല. പണ്ട് ലോകം അവസാനിക്കൂല എന്നാണ് സ്കൂളിൽ നിന്ന് വരെ പറയുന്നത്. ലോകം അവസാനിക്കൂല എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലോക അവസാനത്തെ കുറിച്ച് ഒരു ഭയം അയാൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. എന്തുകൊണ്ട്? ലോകം അവസാനിക്കൂല എന്നാണ് അയാൾ പഠിക്കുന്നത്. ഇപ്പോഴോ ലോകം അവസാനിക്കുന്നാണ് പഠിക്കുന്നത്. രണ്ട് വിഭാഗം ആളുകളുണ്ട്, വിശ്വാസികളും അവിശ്വാസികളും. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒടുങ്ങാൻ ഒരുങ്ങിയാൽ മതി. വിശ്വാസികൾക്ക് മതിയാവില്ല, ഹിസാബിൽ തയ്യാറാകണം. ലോകാവസാനം അടുത്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ ശാസ്ത്രത്തിന് ഇന്ന് തർക്കമില്ല. ഞാൻ അതിന്റെ മുഴുവനും കൂടി പൊട്ടിച്ച് പറയുന്നില്ല. എന്നുവെച്ചാൽ ക്ലൈമാക്സിൽ നിന്നോട്ടെ, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരും. തിരിച്ചു വരും. അപ്പൊ ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കുന്നതാണ്, വിശ്വാസിയും അവിശ്വാസിയും എല്ലാവരും അംഗീകരിക്കുന്നതാണ് എന്ത്? ലോകാവസാനം. അവിശ്വാസിക്ക് ഒടുങ്ങാൻ ഒരുങ്ങിയാൽ മതി, മരിച്ചോകാൻ. വിശ്വാസിക്ക് അത് മതിയാവില്ല. വിശ്വാസിക്ക് ഉള്ള സമയം എന്തിനു ചെലവാക്കണം? സമയം ചെയ്യണം. അതാ കളിയെ ഞാൻ നിരാകരിക്കുന്നത്. ഒരു കാര്യം, സമയം അവസാനിച്ചിട്ടുണ്ട്. നീ കളിയിലൂടെ നീ കാര്യത്തിൽ തന്നെ കാര്യമാവണം. ലോകം അവസാനിക്കാൻ പോവാ. 2014 സ്റ്റീഫൻ ഹോക്കിങ്സ് മരിക്കുന്നത്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം 2100-നപ്പുറം ഈ പ്രപഞ്ചം ബാക്കിയാവില്ലെന്നാണ്. തിരിച്ചു വരും, ഞാൻ ശരീകരിക്കുന്നില്ല. അപ്പൊ എല്ലാവരും പള്ളി വന്നാലും ഖിയാമത്ത് നാളായി എന്ന് പറയുന്നത്. ബൈബിൾ പറയണം ഖിയാമത്ത് നാളായി. ശാസ്ത്രകാരനും തന്നെ ഖിയാമത്ത് നാളായി എന്ന് പറയുന്നത്. ഞാന് ടൈം മാഗസീനിലോ മറ്റോ അച്ചടിച്ചു വന്ന ഒരു കാർട്ടൂൺ ഈ അടുത്ത് കണ്ടു. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്: ഒരു വിഭാഗം മതപുരോഹിതന്മാർ പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുന്നുണ്ട്. ആ പ്ലക്കാർഡിൽ അവർ പറയുന്നത് ഡൂംസ്ഡേ ഈസ് നിയർ എന്ന, ലോകാവസാനം അടുത്തുണ്ട്.
ഒരു സംഘം പുരോഹിതന്മാർ പ്ലക്കാർഡ് പിടിച്ചിരിക്കുക. അതിന്റെ മുന്നിലേക്ക് പിന്നെ ഒരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അയാൾക്കുണ്ടായാലും പ്ലക്കാർഡ് ഉണ്ട്. അയാൾ പ്ലക്കാർഡിലുള്ളത് ഡൂംസ് ഡേ ഈസ് ഹിയർ. അപ്പൊ ഒരു പുരോഹിതൻ മറ്റേ പുരോഹിതനോട് ചോദിച്ചു അതേ ആരാണ്? അപ്പൊ ആ പുരോഹിതൻ പറഞ്ഞു അത് ശാസ്ത്രജ്ഞനാണ്. പുരോഹിതന്മാര് പ്ലക്കാർഡിൽ എന്താ ഉള്ളത്? അടുത്തതാണുള്ളത്. ശാസ്ത്രജ്ഞന്റെ പ്ലക്കാർഡിലോ ലോകം. അപ്പോൾ മരിക്കാൻ തയ്യാറായാൽ മതി ഒരു ഭൗതികവാദിക്ക്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന് മരിക്കാൻ തയ്യാറാവില്ല. അവന് ഹിസാബിന് തയ്യാറാണ്. أما والله لو علم الأنام لما خلقوا لما غفلوا وناموا ممات ثم قبر ثم حشر ممات ثم قبر ثم حشر وتوبيخ وأهوال عظام أما അറിയുകയോ والله അല്ലാഹുവാണ് ലൗ അലിമൽ അനാമു മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലിമാ ഖുലിഖു എന്തിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ ഗഫലു അവർക്ക് അശ്രദ്ധ വരില്ല, വനാമു അവർക്ക് ഉറങ്ങാനും കഴിയില്ല. എന്തിനു വേണ്ടിയാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നീ അറിഞ്ഞാൽ നിനക്ക് പിന്നെ അശ്രദ്ധയും ഉണ്ടാവില്ല, നിനക്ക് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. എന്തൊക്കെ എന്തിനാ നീ അഭിമുഖീകരിക്കാൻ കഴി പോണ കാര്യങ്ങൾ എന്തൊക്കെയാ? മമാതുൻ സുമ്മ ഖബറുൻ സുമ്മ ഹശൂ വതുബീഖുൻ വഅഹ്വാലുൻ ഇളാമു. മമാതുൻ അവനെ മരണം നേരിടണം, വഖബറുൻ പിന്നെ ഖബർ നേരിടണം, ഹശ്റുൻ സുമ്മ മഹ്ശർ നേരിടണം. അല്ലാഹു കാക്കട്ടെ. തൗബീഖുൻ അല്ലാഹുവിന്റെ ഹിസാബിനെ ക്ഷണിച്ചാൽ തൗബീഖ്. അല്ലാഹ് ലൗ ഹുസിബ ഉദ്ദിബ ഒരാൾക്ക് ഹിസാബ് ഉണ്ടായാൽ അയാൾക്ക് അദാബ് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് പഠിച്ചോനെ, അല്ലാഹു കാക്കട്ടെ. ലൗ ഹുസിബ ഉദ്ദിബ ഹിസാബ് ഉണ്ടെങ്കിൽ അദാബ് ഉണ്ടാകും, ഉറപ്പ്. നീ എന്തേ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഒരടിമക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത്. അല്ലാഹ് ബിഗൈരി ഹിസാബ് അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്നത ബിഗൈരി ഹിസാബ്. നീ എന്നെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തണം. ഹിസാബിന് മറുപടി പറയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മൾ ഈ ആദ്യം എന്താ പറയാ, എൻ്റെ വണ്ടി കാണുമ്പോൾ ഡ്രൈവർമാർ പറയും നമ്മൾ കാണാൻ മതി, ഒരു കണ്ടു വിളിച്ചാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എന്തെങ്കിലും ഒരു കടലാസിനെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, മിസ്റ്റേക്കില്ലാക്കില്ല എന്ന് പറഞ്ഞതുപോലെ അല്ലാഹ് ഒരാളെ ഹിസാബിന് വിളിച്ചാൽ ക്ലിയറൻസ് ആർക്കും ഉണ്ടാവില്ല, ഒരാൾക്കും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് തോന്നും അല്ലാഹുവിനോട് നമുക്ക് മറുപടി അറിയാൻ നടക്കൂല, ഒരിക്കലും കഴിയില്ല. ഹിസാബ് ഉണ്ടെങ്കിൽ അദാബ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ പോകണം? ഹിസാബില്ലാതെ പോകണം, അതിന് തയ്യാറെടുക്കണം. അതാ നമ്മളെ പണി. അതിനി അടുത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കളിക്കായിരുന്നു. വിദൂരമായ സാധ്യതകളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. വിദൂരമായ സാധ്യതയുടെ പിന്നാലെ പോകരുത്. നമ്മളെ കയ്യിൽ നാശവും. എന്താണ് ഈ നാശാകൽ? അത് നാശാകൽ എന്നാൽ സാംസ്കാരിക അടിമത്തം. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ മുഴുവനും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ പങ്കാളിയായി. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികളല്ലേ, വരുന്നവരും ക്രിസ്ത്യാനികളാണ്, ഇവരും ക്രിസ്ത്യാനികളാണ്. പിന്നെ എന്തിന്? നമ്മുടെ രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ ഒരു സംസ്കാരമുണ്ട്. ഈ അധിനിവേശം ഈ സംസ്കാരത്തെ ഇല്ലാതാക്കും. വന്നവർ ക്രിസ്ത്യാനികൾ, ഇവിടെ ഉള്ളവർ ക്രിസ്ത്യാനികൾ, എന്നിട്ട് ഇവർ വളരെ ശക്തമായ സമരം ചെയ്തു. ആർക്കെതിരെ? അധിനിവേശ ക്രിസ്ത്യാനികൾക്കെതിരെ നാട്ടുകാരായ ക്രിസ്ത്യാനികൾ അതിശക്തമായി സമരം ചെയ്തു. ആ സമരത്തെ നമ്മൾ ബഹുമാനിക്കണം. കൂനംകുരിശ് സത്യാഗ്രഹം എന്ന് കേട്ടിട്ടില്ലേ? കൂനംകുരിശ് സത്യാഗ്രഹം അല്ല, സത്യം. അതായത് ഉയർന്നു നിൽക്കുന്ന കുരിശിൽ വടം കെട്ടിയിട്ട് ഓരോരുത്തരും നിന്നിട്ട് കുരിശിൽ കെട്ടിയ കയറിൽ പിടിച്ച് സത്യം ചെയ്തു. അത് കാരണം കുരിശു വളഞ്ഞു. അപ്പോൾ ആ സത്യത്തിന് പേര് കിട്ടിയതാണ് എന്ത്? കൂനംകുരിശ് സത്യം. എന്തായിരുന്നു ഈ സത്യം? അധിനിവേശ യൂറോപ്യൻ ശക്തികളെ നമ്മുടെ രാജ്യത്തിന് പുറത്താക്കാൻ വേണ്ടി ഞാൻ സത്യം ചെയ്യുന്നു. ആരാ സത്യം ചെയ്ത്? ക്രിസ്ത്യാനികള്. ആരാ വന്നോര്? ക്രിസ്ത്യാനികള്. പക്ഷെ രണ്ടിനും രണ്ട് സംസ്കാരമാണ്. ഈ വരുന്ന ആളുകൾക്ക് മതപരമായ ഒരു ബോധവും ഇല്ല. അവരുടെ സാംസ്കാരികമായ അടിമത്തം നമ്മൾ പേറേണ്ടി വരും. അങ്ങനെ നമ്മളെ തലമുറകൾ പിന്നെ നശിച്ചു.
നമ്മൾ ധാർമ്മിക സംഹിതകൾ തകർന്നു. നേടിയ പ്രശ്നം സാംസ്കാരികമായ അടിമത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കെടുതികൾ ഭയാനകമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തിരിച്ചു വരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. ഇനി നമുക്ക് നേരെ അവസാനിക്കാൻ പോവാണ്. വളരെ ആപത്താണ്. ലോകം വളരെ ആപത്തിലേക്ക് നീങ്ങുകയാണ്. അള്ളാഹുവിനെ തിരിഞ്ഞൊരുക്കി തിരിയുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു യുഹ്യി വയുമീറ്റ്. അവനാണ് ജീവിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. അവന്റെ മഹബത്ത് കൊണ്ട് ജീവിക്കും, അവന്റെ മഹബത്തോട് മരിച്ചു. ഒന്ന് ജമാലാണ്, ഒന്ന് ജലാലാണ്. യുഹ്യി വയുമീറ്റ് എന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാ അങ്ങനെ കയറി വന്ന്. ജമാലിൽ ജലാലിൽ എത്തിയ ആളാണ് ആര്? ജമാലിൽ ജീവിച്ചാൽ ജലാലിൽ മരിക്കും. അവനെ സ്നേഹിക്കും. പിന്നെ അവന്റെ വളർമ അറിയുമ്പോൾ നമ്മൾ കഴിഞ്ഞു. فلما تجلى ربه للجبل جعله دكا وقر موسى صعقا. അല്ലാഹുവിന്റെ തജല്ലിയത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ فلما تجلى ربه للجبل ആ പർവതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ جعله دكا ആ തജല്ലിയത്തെ ആ പർവതത്തെ തകർത്ത് തരിപ്പണമാക്കുകയും وقر موسى صعقا ഒട്ടടുത്തകലെ അത് കണ്ടു നിൽക്കുന്ന മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയും ചെയ്തു. ഇത് കൽബിലാ തജല്ലിയത്ത് കേറിയ മരിച്ചു. അതാണ് ഫനാ. ഇത് തിന്നേണ്ടിയല്ല, കുടിക്കേണ്ടിയില്ല. ഫനായിലോ ലയിച്ചു. ആരും അല്ലാ അല്ലാ അല്ലാ. സ്നേഹത്തിന് ഒരു അവസ്ഥ ഉണ്ട്. സ്നേഹത്തിന്റെ ഒരു അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കാൻ കഴിയില്ല. സ്നേഹത്തിന് ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിന്റെ ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറയാൻ പറ്റില്ല. കാമുകിയെ ഇഷ്ടമായി. ഇഷ്ടം എന്താ പറയാ? പൊന്നാർ പെണ്ണെ, ഞാൻ നിന്നിൽ വളരെ ആകൃഷ്ടനായി, ഇങ്ങനെ മറ്റതായി മറിച്ചതായി. പിന്നെ നമ്മൾ പിരിഞ്ഞു പോയാൽ പിന്നെയോ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പറയാ ഞാൻ തന്നെ കടിച്ചു മുറിച്ച് തിന്നാലും. അപ്പോൾ അവന്റെ മഹബത്തിന്റെ പൂർണ്ണതയിലാണ് അവളെ ഫനാവ്. പിന്നെ ഓളില്ല. ഇത് റബ്ബിന്റെ ദിക്റിലെത്തും. റബ്ബിന്റെ ദിക്ർ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഫനായിലോ. കുട്ടിയെ പറയും, കുട്ടിയോട് ഉമ്മ പറയും ഞാൻ തന്നെ കടിച്ചു മുറിച്ച് തിന്നാലോ. തിന്നു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും ഞാൻ തന്നെ കടിച്ചു മുറിച്ച് തിന്നാലോ എന്ന് ഉമ്മ കുട്ടിയോട് പറഞ്ഞൂടെ പറയും. അവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെ അങ്ങോട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞതുപോലെയാ നമ്മൾ അല്ലാഹുവിന്റെ മഹബത്തിൽ കയറി അത് ജമാല. അവന്റെ അഴക് കണ്ടിട്ടാണ് എന്താവുന്നത് കയറുന്നത്. പിന്നെ അള്ളാഹുവിന്റെ അഴകിന്റെ അവസ്ഥ അങ്ങോട്ട് അങ്ങെത്തും. പിന്നെ അവന്റെ ജലാലിവനിൽ കയറും. വളർമയിലെത്തിയാൽ ഇവ ഉണ്ടാവില്ല, ഫനായിലോ. അതാണ് ജമാലും ജലാലും. CM ജമാലിൽ നിന്ന് ജലാലിലെത്തിയതാ. നമ്മൾ ജമാലിൽ തന്നെ എത്തിയിട്ടില്ല. CM എവിടെ എത്തി? ജമാലിൽ നിന്ന് ജലാലിലെത്തി. ജലാലിലെത്തിയാലോ? ജലാലിലെത്തിയാൽ പിന്നെ ഒരന്തം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം ചെയ്യും. പിന്നെ അവർക്ക് അറിയാത്ത വർത്തമാനം പറയുന്നത്. ചില ആളുകൾ പറയും ഒരു ഭക്ഷണം കഴിക്കണില്ലേ അതുണ്ടാവും. അവർക്കത് അറിയൂല. ജമാലിൽ നിന്ന് അവരെവിടെ എത്തി? ജലാലിലെത്തി. പിന്നൊന്നും അറിയില്ല. ഇത് ഞാൻ പറയുന്നത് യുഹ്യി വയുമീറ്റ്. അള്ളാഹിന്റെ പ്രേമം കൊണ്ട് ജീവിപ്പിക്കും. വയുമീത്ത് ആ പ്രേമത്തിൽ മരിപ്പിക്കും. ഇതാണ് യുഹ്യി വയുമീത്തിന്റെ ഒരർത്ഥം. ഇനി അർത്ഥം യുഹ്യി അവനെ ജീവിപ്പിക്കും. യഹ്യായില് ഇനി രണ്ടാമത്തെ അർത്ഥം പറഞ്ഞാ ഒരുപാട് കാലം ഇനി ജീവിക്കാൻ കൂട്ടിയ ഒരാൾക്ക് എന്തിന് അത്രയും കാലം വിവാഹത്തെടുക്കണം? യുഹ്യി ഒരാൾക്ക് മരിക്കാൻ കൂട്ടി അള്ളാഹനെ കാണണം. അവന്റെ പ്രേമത്തിൽ ജീവിപ്പിച്ച് അവന്റെ പ്രേമത്തിൽ മരിപ്പിക്കും. ചില ആളുകൾ പ്രേമത്തിൽ ജീവിക്കും. ഇസ്രായേൽ വന്നാലും കുറച്ചുകൂടി ആയുസ് കിട്ടിയെങ്കിൽ തോന്നും. എന്തിന്? പ്രേമത്തിൽ ജീവിക്കാൻ. തഹജ്ജുദ് അവന്റെ പ്രേമാണ്. ഒരാൾ മരിക്കാൻ കുടിക്കുക, അതാണ് പ്രേമം. ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ കൊടിയാണെങ്കിൽ അള്ളാഹുവിനെ അവനെ കാണാനും കൊടിയായിരിക്കും. ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ അയാൾക്ക് അള്ളാഹുവിനെ അവനെ കാണാനും വെറുപ്പായിരിക്കും. അപ്പോൾ പ്രേമത്തിൽ ജീവിക്കും, പ്രേമത്തിൽ മരിക്കും. അവിടെ സംഭവിക്കും. ഭാര്യ മരിച്ചു, അപ്പോൾ ഭർത്താവിന് ഒരു കേടുമില്ല. പിറ്റേന്ന് വൈകുന്നേരം മൂപ്പര് മരിച്ചു. എൻ്റെ ഒരു ഉമ്മാൻ്റെ അനുജത്തിൽ ഒരു കുഞ്ഞാമ്മ ഉണ്ടായിരുന്നു, ഒരു അമ്മായി ഉണ്ടായിരുന്നു. ഇവർ രണ്ട് കുഞ്ഞാമ്മ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു കല്യാണത്തിന് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആബിദത്തായിരുന്നു. അമ്മായി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാളും ഒന്നിച്ചാണ് ജീവിച്ചത്. ഒരു 50-55 കൊല്ലം അമ്മായിയും കുഞ്ഞാമ്മയും ഒന്നിച്ചാണ് ജീവിച്ചത്. തറവാട്ട് പേര് അമ്മായി, അമ്മാന്റെ ഭാര്യ അമ്മായി.
പിന്നെ ഉമ്മാന്റെ നേരെ ചെറിയ അഞ്ചത്തി കുഞ്ഞാമ്മ. ഇവർ രണ്ടാളും ഒരു 50-55 കൊല്ലം ഒരു വീട്ടിൽ ജീവിച്ചു. ഭയങ്കര ബന്ധമാണ്. റജബ് 1-ന് രണ്ടാളും നോമ്പാട് തുടങ്ങിയാൽ പിന്നെ 60 അവസാനിക്കുള്ളൂ, 96 നോമ്പ് അവസാനിക്കുള്ളൂ. ഭയങ്കര ആഭിതത്തെ രണ്ടാളും. അമ്മായിക്ക് രോഗം മൂർച്ഛിച്ചു, അമ്മായി മരിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അമ്മായി മരിച്ചു. അമ്മായി മരിച്ചിട്ട് അമ്മായിയെ ഞങ്ങൾ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ മറവ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ജസ്റ്റ് തിരിച്ചെത്തി മറവ് ചെയ്ത് കബറിങ്ങിൽ ഓത്തുന്ന ആളുകൾ അപ്പോഴും ഓത്ത് നടത്തിക്കൊണ്ടിരിക്കുക. തിരിച്ചെത്തി കുഞ്ഞാമ്മാന്റെ അടുത്തെത്തിയപ്പോൾ കുഞ്ഞാമ്മക്ക് സക്കറത്തിന്റെ ഹായില്ല. മണിക്കൂർ കഴിഞ്ഞില്ല, കുഞ്ഞാമ്മ മരിച്ചു. പ്രേമം ഭയങ്കര ഇഷ്ടം തമ്മിൽ. ഒരാളെ ഫനാവിൽ മറ്റൊരാൾക്ക് ഫനാവുണ്ടായി. ഒരാൾ മരിച്ചു, മറ്റയാൾ മരിച്ചു. ഇത് സർവ്വസാധാരണ നമ്മൾ വേറെയും പലയിടത്ത് കണ്ടിട്ടുണ്ട്. ഉമ്മ മരിച്ചാൽ പിറ്റേന്ന് ബാപ്പ മരിക്കും. ബാപ്പ മരിച്ചിട്ട് 2 ദിവസം എൻ്റെ ബാപ്പ മരിക്കുമ്പോൾ എൻ്റെ ഉമ്മ ആരോഗ്യവതിയാണ്. പക്ഷെ ചില്ലറ സമയം കൊണ്ട് മരിച്ചു. ബാപ്പ മരിച്ചാണ് ഉമ്മ മരിക്കാൻ കാരണം. ഇതിന്റെ അടിസ്ഥാനം മഹബത്താണ്. അപ്പോൾ മഹബത്തോണ്ട് ജീവിതം ഉണ്ടാവും, മഹബത്തോണ്ട് മരണം ഉണ്ടാവും. അവന്റെ മഹബത്തിൽ ജീവിക്കും, അവന്റെ മഹബത്തിൽ മരിക്കും. അവൻ തന്നെയാണ് അവന്റെ മഹബത്തിൽ ജീവിപ്പിക്കുന്നത്. അവൻ തന്നെയാണ് അവന്റെ മഹബത്തിൽ മരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങളാവുമ്പോൾ മഹബത്തിൽ ജീവിച്ച് മഹബത്തിൽ മരിക്കും. അള്ളാന്റെ മഹബത്തിൽ ജീവിക്കും, അള്ളാന്റെ മഹബത്തിൽ മരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്കതൊന്നും വിഷയമില്ല. നമുക്ക് നിസ്കരിക്കാം. നമുക്ക് നിസ്കരിക്കണതിനാ നമ്മൾ നിസ്കരിക്കണതിനാ സ്വർഗം കിട്ടാൻ, നരകം കിട്ടാതെക്കാൻ. ഒരാൾക്ക് സ്വർഗം ആവശ്യമില്ല, നരകത്തിനെ പേടിയില്ലെങ്കിലോ അയാൾ കൂടുതൽ നിസ്കരിക്കും. എന്താ നിസ്കരിക്കാൻ കാരണം? നമ്മൾ ആവറേജ് നിസ്കരിക്കുള്ളൂ. എന്തുകൊണ്ട്? നിസ്കരിച്ചാതെ പെണ്ണുങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പോയാൽ തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നാ പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്താ മനസ്സിലാ, നിങ്ങൾ ഈ നിങ്ങളുടെ സ്വർഗം കിട്ടും, ഇനി അതിൻ്റെ എപ്പുറം കൂടണ്ട, ആയിക്കോട്ടെ, നിങ്ങൾക്ക് പിരാണ്ടാവും. നിങ്ങൾ ഈ 5 നിസ്കാരം മറ്റും പള്ളി കമ്മിറ്റിയിൽ മദ്രസയിലും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ വേറൊന്നും കാര്യം മൂല്യരും തങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ പോയാൽ തന്നെ സ്വർഗം കിട്ടും. എന്നാ പിന്നെ കുഴപ്പമില്ല. എന്റെ ആവശ്യം സ്വർഗം. നമ്മൾ സ്വർഗത്തെ നിസ്കരിക്കണം. ഒരു ഈ ഭാഗമുണ്ട്, സ്വർഗം വിഷയമല്ല, നരകം പ്രശ്നമല്ല. وكل مآربي قد نلت منها سوى ملذوذ وجدي بالعذاب أريدك للثواب ولكني أريدك للعقاب أريدك ربي എനിക്ക് നിന്നെ വലിയ ആഗ്രഹമാണ്. നിന്നെ കൂലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കൂലി വേണ്ട. പിന്നെ എന്തിനാ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്? ഇതുവരെ എന്നെ ശിക്ഷിക്കാത്ത നീ ഒരിക്കലും എങ്കിലും എന്നെ ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടിയാണ്. മൻസൂർ ഹല്ലാജിന്റെ ബെയ്ത്താണ്. ഇദ്ദേഹത്തിനെയാണ് ലോകം തലവെട്ടിക്കൊണ്ടത്. മൻസൂർ ഹല്ലാജ് റോഡ് സൈഡിൽ പോലുമല്ല, ആരും കാണാത്തടത്ത് കൊണ്ടേ മറവ് ചെയ്തു. ബഗ്ദാദിലെ ഒരൊഴിഞ്ഞ മൂലയ്ക്ക് ഒഴിഞ്ഞ ഒരു ഖബറിന്റെ ഉള്ളിലാണ് മൻസൂർ ഹല്ലാജിന്റെ മഖ്ബറ റളിയല്ലാഹു അൻഹു. വണ്ടി വരെ പോവില്ല, ഇന്നത്തെ രീതിയിൽ മരിച്ചിട്ടും ആർക്കും വേണ്ടാത്ത ദൂരെ പോയി കിടന്നു. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി പിന്നീടുള്ള കാലത്താണ് വരുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് മൻസൂർ ഹല്ലാജിനെ മനസ്സിലായില്ല. അള്ളാഹുന്റെ മഹബത്തിൽ അദ്ദേഹം ഫാനിയായി പോയ ആളാണ്. ഞാൻ എങ്ങാനും അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ലോകത്തൊരാളെയും ആ മനുഷ്യന്റെ രോമത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇത് മൻസൂർ ഹല്ലാജിന്റെ ബെയ്ത്താ. ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് നീ എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. എന്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞതൊക്കെ നീ നടത്തി തന്നിട്ടുണ്ട്. എന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നീ ഇതുവരെ തയ്യാറാകാത്തത്. എന്നെ ഒന്ന് ശിക്ഷിക്കപ്പെടച്ചോ എന്നിട്ട് നീ എന്നെ ശിക്ഷിക്കുന്നില്ല. എന്റെ ശിക്ഷയും കൂടി കിട്ടിയാലേ നന്നാവുള്ളൂ. ഇപ്പോൾ ഞാൻ നന്നാവണില്ല. ഞാൻ നന്നാകണമെങ്കിൽ നിന്റെ ശിക്ഷ. എന്തിനാണ് നടക്കണത്? നരകത്തിൽ കിടക്കാനിടൂ. എന്തുകൊണ്ട്? ജീവിതം മുഴുവൻ സ്വർഗാക്കി തന്ന ഒരാൾക്ക് ഞാൻ സ്വർഗം വയ്ക്കുന്ന ആളാണ്. ഞാൻ ജീവിതത്തിൽ സ്വർഗം വെച്ചു. ഇന്നലെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിന് ഭക്ഷണം, വസ്ത്രം, എന്തൊക്കെ സ്വർഗത്തിൽ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ആവശ്യത്തിനുള്ള ഉണ്ട്. ഇനി എന്ത് സ്വർഗം? ഇവിടെയുള്ള സ്വർഗത്തിൽ പരമാവധി കിട്ടണമൊക്കെ കിട്ടി. ബസ് കാത്തിക്കാതെ വണ്ടിക്ക് വരാനുള്ള തൗഫീഖ് ഉണ്ടായി. ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു തരാൻ പറ്റിയ ആളുകളുണ്ടായി. മാന്യമായ ഭക്ഷണം ഉണ്ടായി, വസ്ത്രം ഉണ്ടായി, ഭാര്യ ഉണ്ടായി, മക്കളുണ്ടായി. ഇനി എന്താ സ്വർഗം? അത് കഴിഞ്ഞിട്ട് അതും പോരാ, ഞാൻ അതിനേക്കാളും ഒന്ന് ഉറക്കണം.
നരകത്തിൽ കിടന്നാലല്ലോ സ്വർഗത്തിന് പൂജയുള്ളൂ. സ്വർഗത്തിൽ കിടന്നാലോ? നമ്മളിപ്പോ സ്വർഗത്തിലല്ലേ? നമ്മളിപ്പോ സ്വർഗത്തിലാണോ? അല്ലേ? അല്ലാതെ എന്താ? ഭയങ്കര സ്വർഗല്ലേ? സ്വർഗമല്ലാതെ എന്താണ്? സ്വർഗമല്ലാതെ എന്താണ്? ഒരു കിലോ അരിക്ക് കഴിഞ്ഞ കൊല്ലം 30 റുപ്യ, കൊല്ലം 60-70 റുപ്യായി. 170 നമുക്ക് ദണ്ണൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ വാങ്ങൂല്ലേ? അപ്പൊ നമ്മൾ ഒന്നും കൂടി കല്യാണത്തിന് ആളെ വിളിക്കും. നാടൻ അരിക്കൊക്കെ 150 വില വന്നാൽ അന്ന് മറ്റേ എന്താ പറയാ മന്തി അരിക്ക് അന്ന് 300 ആയിരിക്കും. അപ്പൊ നമ്മൾ 1000 ആളെ കൂടി കൂട്ടി വിളിക്കും. എന്തിന്? ഇങ്ങനെയൊക്കെ അരിക്ക് വില കൂടിയിട്ടും ഈ ജാതി കല്യാണം നടത്തണമെങ്കിൽ ഇവൻ ആളൊരു പാഹയൻ തന്നെയാണ് എന്ന് നാട്ടുകാരെ നമ്മളെ പറ്റി പറയണം. ഇന്നിപ്പോ എന്ത് സ്വർഗങ്ങൾ ഇപ്പൊ ഇതിനും വലിയ സ്വർഗം. പള്ളിയിൽ മുഴുവൻ ഏസ്യ കണ്ട ഏറ്റവും വലിയ ലുബ്ധന്മാരായ പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും ആണെങ്കിലും AC വെക്കും. AC ഇടൂല. കാരണം എന്തുകൊണ്ട്? ഓലെ മക്കളെ കെട്ടിക്കുമ്പോ പുതിയാപ്പളുടെ കുടുംബക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാലോ. നമ്മളെ പള്ളി ഫുള്ള് ഏസ്യ. പടച്ചോനെ, ഞാൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കില്ല. സ്വർഗം എനിക്ക് ആവശ്യമില്ല. നരകത്തിന് എനിക്ക് പേടിയില്ല. എനിക്ക് നിന്നെ ആവശ്യം. ചിന്റെ റബ്ബാണ്. അള്ളാഹു ചെയ്ത നിഅമത്ത് ഇന്നലെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ അള്ളാഹു ചെയ്ത നിഅമത്തോർത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവന് കൈപൊക്കാം. ഇന്നലെ രാത്രി, ഇന്നലെ മഗ്‌രിബിന് ശേഷമുള്ള ഈ സമയത്ത് 12-13 മണിക്കൂറിന്റെ ഉള്ളിൽ അള്ളാഹു ചെയ്ത നിഅമത്തിനെ ഓർത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവനും കൈപൊക്കാം. മുഅ്മിനീങ്ങൾ സിഫ്ത, മുഅ്മിനീങ്ങൾക്ക് കഴിയുള്ളൂ. കഴിഞ്ഞ 6 മണിക്കൂറിന്റെ ഉള്ളിൽ അള്ളാഹു ചെയ്ത നിഅമത്തോർത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവന് കൈപൊക്കാം. കഴിഞ്ഞ 3 മണിക്കൂറിന്റെ ഉള്ളിൽ അള്ളാഹു ചെയ്ത നിഅമത്തിനെ ഓർത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവനും കൈപൊക്കാം. ഞാൻ ഈ കഴിഞ്ഞ 3 മണിക്കൂറിന്റെ ഉള്ളിലും അള്ളാഹു എനിക്ക് ചെയ്ത നിഅമത്തിനെ ഓർത്ത് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. ഈ കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിലും അള്ളാഹുവിനെ ഓർത്ത് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എനിക്ക് ചെയ്ത സുഖങ്ങളും സൗകര്യങ്ങളുമാണ്. സുഖങ്ങൾ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ. ആ നിഅമത്തിനെ നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർക്കലാണ് അള്ളാഹിനെ ഓർക്കൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർക്കണം. അള്ളാഹുവിന്റെ നിഅമത്ത് ഓർക്കാം. ഭയങ്കര. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി നമുക്ക് വേണ്ട അള്ളാഹിനെയാണ്, നമ്മുടെ റബ്ബിനെയാണ്. ആ റബ്ബുണ്ട് നമ്മൾ പേടിക്കണ്ട. ഈ ലോകത്തെല്ലാവരും നിനക്കെതിരാൻ ഈ പേടിക്കണ്ട. നിന്റെ കൂടെ ആരുണ്ടെങ്കിൽ അള്ളാഹു ഉണ്ടെങ്കിൽ. ഈ ലോകത്ത് നിനക്ക് എന്ത് കിട്ടിയാലും നീ സമാധാനപ്പെടേണ്ട. അള്ളാഹു നിന്റെ കൂടെ ഇല്ലെങ്കിൽ, അള്ളാഹു നിന്റെ കൂടെ ഉണ്ടെങ്കിലോ പേടിക്കണം. കച്ചവടം പൊളിഞ്ഞു, അൽഹംദുലില്ലാഹ്. കച്ചവടം പൊളിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. കൊറോണ വന്നാൽ അൽഹംദുലില്ലാഹ്. പീടി പൊട്ടിയാൽ അൽഹംദുലില്ലാഹ്. മാനത്ത് നോക്കിയവന് 10 ഗുണങ്ങൾ അപ്പുണ്ടാവും. ഞാൻ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ ആകാശത്തേക്ക് ഒരു വട്ടം നോക്കിയാൽ അവനിൽ 10 ഗുണങ്ങൾ പ്രവേശിക്കും. കൊറോണക്കാലത്ത് ആ മണിക്കൂർ കണക്കിന് മാനത്ത് നോക്കിയിരുന്നിട്ട് ഒരാൾക്ക് 10 ഗുണങ്ങളുണ്ട്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരിക്കൽ വിശദീകരിക്കാം. റബ്ബി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ ആയത്തിൽ വരുന്നുണ്ട്. അവിടെ ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 10 ഗുണങ്ങളുണ്ടാവും. എവിടെ നോക്കിയാൽ? ആകാശത്തേക്ക് നോക്കിയാൽ. ഈ ആഴ്ച ആകാശത്തേക്ക് നോക്കി അള്ളാഹ് വിളിച്ചവർക്ക് കൈവക്കാം. ആകാശത്തേക്ക് നോക്കുമ്പോൾ ചെല്ലേണ്ട ഇസ്മേതാന്നറിയോ? ഒന്നിരിക്കൽ യാ വഹാബ് അല്ലെങ്കിൽ യാ റഹ്മാൻ ഒക്കെ ആകാശത്തേക്ക് നോക്കിയാൽ യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ്. യഥാർത്ഥം ഔദാര്യമായി മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് തരുന്നവനെ. യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ്. കടം കൊണ്ട് കുടുങ്ങിയാൽ ചെല്ലേണ്ട ദിക്റാണ് യാ വഹാബ് യാ വഹാബ്. എല്ലാ ദിവസവും 100 വട്ടം യാ വഹാബ് യാ വഹാബ്. പ്രയാസങ്ങളും കടങ്ങളുണ്ടോ? ഏറ്റവും ചെറിയ കടക്കാരൻ ആ ഡേറ്റ് നീട്ടിത്തരും. യാ വഹാബ്. എന്താ പറയാ? കടം കൂടിയാൽ എന്ത് ചെയ്യണം? യാ വഹാബ്. മനത്തേക്ക് നോക്കുക. 2 വട്ടം ചെയ്യാൻ കഴിയുക. 2 വട്ടം ചെയ്യും. രാത്രിയും സുബഹിന് ശേഷം 2 വട്ടം 2 വട്ടം. യാ വഹാബ് യാ വഹാബ് യാ വഹാബ്. ഏത് ജീവിയും പഴഞ്ഞാൽ എവിടെ നോക്കും? ആകാശത്തേക്ക്. യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ്. വഹാബ് അതെന്താ? മുകളിൽ നിന്ന് താഴേക്ക് ഔദാര്യമായി ഇട്ട് തരുന്നവൻ. ഒരു പ്രതീക്ഷയും ഒരു പ്രതിഫലവും ഇല്ലാതെ നൽകുന്നവൻ ഒരാൾ മാത്രം. അവനാര്? അല്ലാഹ്. യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ്. ഒരു ഏർപ്പാട് ചെയ്യുന്നവര്, ഒരു ഏർപ്പാട് ചെയ്യാൻ ഉദ്ദേശിച്ചവര്, ഒരു നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നേരത്ത് സുബഹിന്റെ മുമ്പ്
പടിഞ്ഞാട്ട് നോക്കിയിട്ട് കയ്യൽ വെക്കുക, യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് റബ്ബിനോട് പറയുക. ആ സമയത്ത് അള്ളാഹുവിന്റെ വാതിലുകൾക്ക് തുറക്കുന്ന നേരാണ്. പ്രത്യേകിച്ച് രാത്രി 3 മണി കഴിഞ്ഞാൽ അള്ളാഹിന്റെ എല്ലാ പ്രധാനപ്പെട്ട വാതിലും തുറക്കും. എത്ര മണി? ഏതൊരു ദേശക്കാർക്കും രാത്രി 3 മണി കഴിഞ്ഞാൽ അള്ളാഹിന്റെ വാതിൽ തുറക്കും. ആ ദേശക്കാർക്ക് യാ വഹാബ്, യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ഔദാര്യം ചൊരിഞ്ഞു തരുന്നവനെ ടെറസിന് മേലെ കയറിക്കുക, ആകാശം കാണുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സ്വിറ്റൗട്ടിൽ ഇറങ്ങിക്കുക, മുറ്റത്തിറങ്ങിക്കുക ഒക്കെ പറ്റും. ആകാശം നോക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായി 10 ഗുണങ്ങളുണ്ട്. വേറെ ഗുണങ്ങളുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. റബ്ബി സമാവാത്തിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. യുഹീ, അവനാണ് മഹബത്ത് കൊണ്ട് ജീവിപ്പിക്കുന്നത്. വയുമീതു, അവനാണ് മഹബത്ത് കൊണ്ട് മരിപ്പിക്കുന്നത്. യുഹീ ബിനൂരി ജമാലിഹി ഖുലൂബ ഔലിയാഇഹി വയുമീതു ഖുലൂബ അസ്ഫിയാഇഹി ബിനൂരി ജലാലിഹി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله. يحيي قلوب أوليائه بنور جماله ويميت قلوب أصفيائه بنور جلاله. അവൻ അവന്റെ ഔലിയാക്കന്മാരെ ഹൃദയത്തെ അവന്റെ മഹബത്ത് കൊണ്ട് ജീവിപ്പിക്കും. അവനിൽ ലയിച്ചവരുടെ ഹൃദയങ്ങളെ അവന്റെ ജലാലിയത്തിന്റെ പ്രകാശം കൊണ്ട് മരിപ്പിക്കും. അഥവാ അള്ളാഹുവിന്റെ ജലാലിയത്ത് മഹത്വം കയറിയാൽ തന്റെ ഇല്ലായ്മകൾ മനസ്സിലാക്കും. അപ്പോൾ താൻ ഇല്ലാതെയാവും. തന്റെ അളമത്ത് മനസ്സിലാക്കാതെ അള്ളാഹിന്റെ അളമത്ത് മനസ്സിലാക്കുക. നമ്മളിപ്പോ നമ്മളെ അമലിന്റെ വൽപ്പത്തരം എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ വൽപ്പത്തരം മനസ്സിലാക്കാത്തോണ്ടാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്, തഹജ്ജുദ് വയറ് പറയുന്നുണ്ട്, വയറ് നിൽക്കുന്നുണ്ട്, പൈസ വാക്കുന്നുണ്ട്. ഇതിന്റെ വൽപ്പത്തരം അള്ളാഹിന്റെ വൽപ്പത്തരം അറിയാത്തോണ്ടാ. അള്ളാഹിന്റെ വൽപ്പത്തരം അറിഞ്ഞാൽ നമ്മൾക്ക് ഇത് മാനക്കടവും. അതാണ് അള്ളാഹിന്റെ ഹദറത്തിൽ വെക്കാൻ എന്റെ കയ്യിലൊന്നും ഇല്ല എന്നറിയും. അപ്പൊ ഒരു അള്ളാഹിന്റെ മുന്നിൽ ലജ്ജയിലാവും. കാരണം അവർക്ക് അള്ളാഹിന്റെ അളമത്ത് അറിയും. നമുക്ക് അള്ളാഹിന്റെ അളമത്ത് അറിയില്ല. നമുക്ക് എന്ത് കൊടുത്താൽ നമ്മൾ 20 റക്അത്ത് തറാജി നിസ്കരിച്ചില്ലേ, നമ്മൾ ഗൾഫിൽ നിന്ന് വന്നാണ്ട് നമ്മൾ പള്ളിൻ്റെ പൈസ കൊടുത്തില്ലേ, നമ്മൾ അങ്ങനെ കൊടുത്തില്ലേ, നമ്മൾ ഇങ്ങനെ കൊടുത്തില്ലേ, ഞാൻ പള്ളിക്ക് നമ്മൾ 100 റോഡ് വാങ്ങി കൊടുത്തില്ലേ, നമ്മൾ 25 ആക്കി സിമെന്റ് വാങ്ങി കൊടുത്തില്ലേ. നീ എന്താ ചെയ്യേണ്ടത്? കാരണം നമുക്ക് ആരെ അറിയില്ല, അള്ളാഹിനറിയില്ല. അള്ളാഹിനറിഞ്ഞോനോ അള്ളാഹ് അമൽ ചെയ്ത് നോക്കൂല. അമൽ ചെയ്താ ആര് കാണാതെ കൊണ്ടേക്കും. കാരണം കൊണ്ടുപോയി വെക്കാൻ മാത്രമൊന്നും ഇല്ല. അന്നെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹിന്റെ അർത്ഥം മനസ്സിലാക്കുക. യുമീത്ത് എങ്ങനെ ചുരുങ്ങും? അവന്റെ ജലാലിയത്ത് മനസ്സിലാവുമ്പോൾ ഇവരുടെ ചുരുങ്ങിയാണില്ലറിയോ? ജലാലിയത്ത് മനസ്സിലാവുമ്പോൾ ജമാലിൽ കയറിയിട്ട് ജലാലിൽ ഇറങ്ങും. എന്തിൽ കയറും? ജമാലിൽ കയറും. എന്നിട്ട് എവിടെ ഇറങ്ങും? ജലാൽ എന്നാൽ വളർമയാണ്. ആ വളർമയിൽ ഇവന്റെ നിസ്സാരത്തെ മനസ്സിലാക്കും. എന്നിട്ട് ലയിച്ചു. കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാരെ പറ്റി അവരുടെ ശിഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാരെ കുറിച്ച് അവരുടെ ശിഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ പിന്നെ മമ്പർത്ത് സിയാറത്തിന് വന്നാൽ ഒതുക്കങ്ങളിൽ കയറൂലാണ്. അവിടെ പഴയ കാലത്ത് ഒരു മരം ഉണ്ടായിരുന്നു, അടിഭാഗം മണ്ണം കൂടി മരം ഓർമ്മണ്ടോ? ആ മരത്തിന്റെ ചോട്ടിൽ വന്നു വേർന്ന് തിരിച്ചു. എന്തേ? മമ്മൂട്ടിയിൽ മാത്രമല്ല, നമുക്ക് മക്കബറി കയറിയിട്ട് അവിടെ അടിയിൽ ഒരു ബാരിക്കേഡ് കെട്ടിയതുകൊണ്ട് ഇടങ്ങാറാണ്, തലി ചവിട്ടാൻ കഴിയാത്തോണ്ട്. കാരണം നമുക്ക് എന്താ അറിയില്ല, ആ കിടക്കുന്ന ആളാരാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ബാരിക്കേഡ് കെട്ടിയത് ഇറങ്ങാറോ? മമ്മൂട്ടിയിലേക്കോ അവിടെ ഇറങ്ങുക. ഷെയ്ഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹംസി റളിയല്ലാഹുവിന്റെ മഖബറയിൽ അപൂർവമായി കയറിയിട്ടുള്ളൂ എന്ന് ദൃസാക്ഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൂരം അത് ആർക്കാം, അടുത്തേക്ക് പോയില്ല, പേടിയാ. നമുക്കോ? ഷെയ്ഖിന്റെ പള്ളിയിലേ, ഷെയ്ഖിന്റെ നമുക്ക് പേടിയില്ല. എന്തുകൊണ്ട്? നമുക്കവിടെ കാണാൻ ആളാരാണെന്ന് അറിയില്ല. ഇതന്നെ ഔലിയാക്കന്മാരെ നമുക്കറിയില്ല. നമുക്ക് എന്ത് CM? നമുക്ക് CM-നെ പറ്റി എന്ത് നോണറിയണം, എന്ത് നിഷേധിക്കാൻ വിരോധമല്ല. നമുക്ക് CM-മാരാണെന്ന് അറിയില്ല. നമുക്ക് അമ്പർത്തങ്ങൾ ആരാന്ന് അറിയില്ല. നമുക്കതൊന്നും അറിയില്ല. നമുക്ക് എന്തറിയും? നമുക്ക് നമ്മളറിയും. നമ്മൾ വലിയ മാനാന്നറിയും. എന്നെപ്പോലത്തെ മാൻ എൻ്റെ നാട്ടിലില്ല എന്നറിയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷ. തിരിച്ചു മടങ്ങുക. അപ്പൊ എന്റെ യുഹീ വയുമീത്ത് എന്റെ വ്യാഖ്യാനം കഴിഞ്ഞിട്ടില്ല, ഒരു ക്ലാസ് ഉണ്ടാവും. യുഹീ
يحيي قلوب أوليائه بنور جماله ويميت قلوب أصفيائه بنور جلاله. അവൻ തന്നെയാണ് അവന്റെ ജമാലിന്റെ നൂറ് കൊണ്ട് ഔലിയാക്കന്മാരെ ഹൃദയങ്ങളെ ജീവിപ്പിക്കുന്നവനും. അവൻ തന്നെയാണ് ജലാലിയത്തിന്റെ നൂറ് കൊണ്ട് ഔലിയാക്കന്മാരെ കൽബുകളെ മരിപ്പിക്കുന്നവനും. തുടക്കത്തിൽ ജീവിക്കും, പിന്നെ മരിച്ചു പോവും. എന്റെ കാര്യം അങ്ങനെ വെച്ചു, കാര്യമറിഞ്ഞാൽ കാര്യമറിഞ്ഞ മരിച്ചു. നമുക്ക് അവിടേക്ക് എത്താൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ലോകം അവസാനിക്കാൻ ജനങ്ങളെ, ലോകത്ത് ഇനി കളികൾക്കും തമാശകൾക്കും സമയമില്ല. ലോകം അവസാനിക്കാൻ പോവാണ്. ലോകം ഏറ്റവും അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. വളരെ പെട്ടെന്ന് ലോകം അവസാനിക്കും. മമാതുൻ സുമ്മ ഖബറുൻ സുമ്മ അശ്റു വതൗബീഖുൻ വഅഹ്വാലുൻ ഇളാമു وكيف تتقون إن كفرتم يوم يجعل البلدان شيبا. കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ആ ദിവസം കുട്ടികളെ നരപ്പിച്ചു കളയും. അങ്ങനെയുള്ള ദിവസത്തെ ഭയപ്പെടാതെ നിങ്ങൾ ജീവിക്കുകയല്ലേ. وكيف تتقون إن كفرتم يوم يجعل البلدان شيبا. ബാല്യക്കാരായ കുട്ടികൾ ആ ദിവസത്തിലുണ്ടെങ്കിൽ ആ ഭയാനകത കാരണം ആ കുട്ടികൾ പോലും നരച്ചു പോകുമല്ലോ. അങ്ങനെയുള്ള ഭയാനകമായ ദിവസത്തെ ഭയപ്പെടാതെ നിങ്ങൾ ജീവിക്കുകയല്ലേ. وكيف تتقون إن كفرتم يوم يجعل البلدان شيبا. കുഞ്ഞു മക്കളെ പോലും ആ ദിവസം നരപ്പിച്ചു കളയും. എന്തുകൊണ്ട്? അത്രയും ഭയാനകമായിരിക്കും. മുഹമ്മദ് നബിയെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ തൽക്ഷണം എന്റെ 18 മുടികൾ നരച്ചു പോയി. ഷയ്യബത്തിനി ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ എന്റെ 18 മുടി നരച്ചു പോയി. അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയിൽ ആകെ നരച്ച് 18 മുടിയാ, അല്ലെങ്കിൽ 19. രണ്ട് അഭിപ്രായമുണ്ട്. 18 ആണെന്ന് അഭിപ്രായമുണ്ട്. എന്താ നിൽക്കാൻ കാരണം? ഹൂദ് സൂറത്തിലെ കൽപ്പന പോലെ ചൊവ്വായി ജീവിക്കണം കേട്ടോ എന്നൊരു കൽപ്പന ആരുടെ ഉണ്ടായി. അപ്പോൾ പേടിയായി, പഠിച്ചവനെ എന്റെ അടുത്ത് തെറ്റ് പറ്റുന്നുണ്ടോ? അപ്പൊ നരച്ച് 19 18 മുടി നരച്ചു. ആർക്ക്? സുള്ളാക്ക്. എന്തുകൊണ്ട്? അള്ളാന്റെ കൽപ്പന പേടി. നമുക്ക് മറക്കണില്ല. എന്തുകൊണ്ട്? നമുക്ക് നരക്കും. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ടെൻഷൻ കയറിയാൽ നരക്കും. അള്ളാന്റെ ഹബീബൻ ടെൻഷൻ കയറിയത് എന്താലോചിച്ചിട്ടാ? അള്ളാന്റെ കൽപ്പന. അന്നത്തെ ദിവസം ആ കൽപ്പന നേരിട്ട് കാണും. അപ്പോൾ അന്നൊരു കുട്ടി ഉണ്ടെങ്കിൽ നരച്ചോന്ന് ഖുർആനിലുണ്ടോ? وكيف تتقون إن كفرتم يوم يجعل البلدان شيبا. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയം താമസം അവസാനിപ്പിക്കാം. അള്ളാഹു ഞങ്ങളെല്ലാവരെയും കടം വീട്ടി തരണമേ റബ്ബേ. കടം വീട്ടി തരണമേ റബ്ബേ. കടം നിന്നും വെറുതെ തന്നും സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണമേ റബ്ബേ. ഞങ്ങൾ വീട്ടിലും നാട്ടിലൊക്കെ ഈമാനുള്ളവർ അധികരിക്കണമേ റബ്ബേ. കാലഘട്ടത്തിലെ മുസീബത്തിലേക്ക് പെടാത്ത ആൺകുട്ടികളെ കൊണ്ട് ഞങ്ങൾ നാട് നിറഞ്ഞു പോണമേ റബ്ബേ. കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിയത്തിനെയും ഈമാനിനെയും തള്ളിപ്പറയുന്ന വിഡ്ഢികളിൽ ഞങ്ങൾ പെട്ടുപോകരുതേ പഠിച്ചു. നാടാകെ എവിടെയും ഇസ്ലാമിനെ ഈമാനിൽ തള്ളിപ്പറയുന്ന വിഡ്ഢികൾ ഈ സമുദായത്തിന്റെ ടിക്കറ്റിൽ ജീവിക്കുന്ന കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവരെ തൊട്ട് ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. അവരെ തൊട്ട് ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. അവരെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. ദീനിനെ വിജയിപ്പിക്കണമേ റബ്ബേ. സുന്നത്തിമായത്തിനെ വിജയിപ്പിക്കണമേ റബ്ബേ. ഹക്കിനെ വിജയിപ്പിക്കണം റബ്ബേ. ബാത്തിലിനെ പരാജയപ്പെടുത്തണം റബ്ബേ. ഉമ്മാക്കുപ്പാക്കൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. കുടുംബത്തിൽ ഐശ്വര്യം തരണമേ റബ്ബേ. കുടുംബത്തിൽ ഐശ്വര്യം തരണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. ഈമാനോട് ചോദിച്ചു ഉമ്മനായി ഈമാനോട് വലിപ്പിക്കണമേ റബ്ബേ. സിറാത്ത് പാലം രക്ഷപ്പെടുത്തി തരണമേ.